ആരോടാ ഈ ദേഷ്യം? മായ, നീ പോന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടില്ല. ഞാൻ അങ്ങനെയാ, ആവശ്യമുള്ളപ്പോ പൂച്ചയെ പോലെ പതുങ്ങി വരും. മനോജുമായി വഴക്കിട്ടിരിക്കുകയാണല്ലേ? ഇല്ല, ഇത് വെറുതെ ഫോണിലൂടെ. എടി, ഇതിലിങ്ങനെ മറയ്ക്കാനും ഒളിക്കാനും മാത്രം ഒന്നുമില്ല. നീ വായിച്ചിട്ടില്ലേ? പരസ്പര വിശ്വാസം ഇല്ലാത്ത രണ്ടുപേര് മരണം വരെ വിശ്വാസം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് വിവാഹം. അതിനിടയിൽ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ സന്തോഷം അഭിനയിക്കും, ഇണചേരും, കുട്ടികളെ പ്രസവിക്കും, അവരെ വളർത്തും. പക്ഷേ ആത്യന്തികമായി കലഹിച്ചോണ്ടേയിരിക്കും. എന്നെ പോലെ ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ അഭിനയം മടുക്കുമ്പോ കൂടുതൽ കാലം ആ കലാപരിപാടിക്ക് നിന്നു കൊടുക്കാതെ ഇറങ്ങിപ്പോരും സ്വന്തം ജീവിതത്തിലേക്ക്. അപ്പൊ നീ ലീഗലി ഡിവോഴ്സ് ആയില്ല. ഈ ആണുങ്ങൾ പറഞ്ഞിറക്കുന്ന ഒരു ചീപ്പ് കോമഡി കേട്ടിട്ടില്ലേ? വല്ലപ്പോഴും ഒരു ചായ കുടിക്കാൻ എന്തിനാ ഒരു തേയിലത്തോട്ടം വാങ്ങിയിടുന്നതെന്ന്. ഇടയ്ക്കൊക്കെ ആ തമാശ നമ്മൾ പെണ്ണുങ്ങളും പറയണ്ടേ? നിനക്കെന്താ കുടിക്കാൻ? ഒന്നും വേണ്ട, ആദ്യം നിന്റെ വീടൊന്ന് കാണട്ടെ. അതാ എന്റെ മുറി, ഓൺ റൂം, എന്റേത് മാത്രമായ ഒരു ലോകം. ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രമാദമായ വിലാസിനി കൊലക്കേസിലെ പ്രതി രാജൻ തനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് മനോജ് കുമാറിനെ കോടതി മുറ്റത്ത് വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൂടുതൽ വാർത്തകളുമായി ഞങ്ങളുടെ പ്രതിനിധി സുസ്മേഷ് ചേരുന്നു. സുസ്മേഷ്, എന്താണ് ഉണ്ടായത്? പ്രജോദ്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് പ്രമാദമായ വിലാസിനി കൊലക്കേസ് വിചാരണ ആരംഭിച്ചത്. രാജന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മനോജ് കുമാർ പ്രോസിക്യൂഷന്റെ വിസ്താരത്തിന് ശേഷം ക്രോസ് നടത്തവേ പ്രോസിക്യൂഷനെ സഹായിക്കും വിധം ചോദ്യങ്ങൾ ചോദിക്കുകയും അത് പ്രതി രാജനെതിരെയുള്ള പ്രധാന തെളിവായി കോടതി അംഗീകരിക്കുകയുമായിരുന്നു. പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോകാനായി രാജനെ വാനിടത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടായത്. പ്രജോദ്, ഇപ്പോൾ സംഭവത്തിനോടുള്ള തന്റെ പ്രതികരണവുമായി അഡ്വക്കേറ്റ് മനോജ് കുമാർ ലൈനിലുണ്ട്. ശ്രീ മനോജ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പ്രശ്നങ്ങളൊന്നുമില്ല. ജാമ്യം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പ്രതി പെട്ടെന്ന് ജാമ്യം നിഷേധിച്ചപ്പോൾ ഉണ്ടായ ഒരു മാനസിക അസ്വസ്ഥത. ഞാൻ ഈ കേസ് കൂടുതൽ കൂലങ്കഷമായി പഠിച്ച് പുള്ളിക്ക് ജാമ്യം മേടിച്ച് കൊടുക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോളും. That's all. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഈ തേയിലത്തോട്ടം വാങ്ങിയ ആള് അതെങ്ങനെയാ? ഒരു കേസ് നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് മറ്റു പലതുമല്ലേ മനസ്സിൽ. നീ കരുതുന്നത് പോലെ വഴിവിട്ട ബന്ധങ്ങൾ മനോജിനുണ്ടെങ്കിൽ അത് അയാളുടെ പ്രൊഫഷണൽ ലൈഫിനെ മാത്രമല്ല, നിന്റെ പേഴ്സണൽ ലൈഫിനെയും കൂടിയാണ് ബാധിക്കാൻ പോകുന്നത്. ഇതൊന്നും അല്ല അച്ഛാ. വീട്ടിൽ നിന്ന് പോരുമ്പോ ഒരു കുഴപ്പമില്ലാതെ എന്നെ യാത്രയാക്കിയതല്ലേ ഭാവന. ഞാൻ അവിടെ ചെന്ന് ഓഫീസിൽ കയറിയ വഴിക്ക് ഫോൺ വിളി തുടങ്ങി. പിന്നെ ഫോൺ വിളിച്ച് ചുമ്മാ അങ്ങോട്ട് ചീത്ത പറയാന്ന് വെച്ചാ കോടതിക്ക് അകത്ത് കയറിയപ്പോഴും ഇത് തന്നെ സ്ഥിതി. മനുഷ്യനാകെ വട്ട് പിടിച്ച് നിൽക്കുമ്പോഴാ ക്രോസ് വിസ്താരത്തിനകത്തേക്ക് വിളിച്ചത്. ഈ കുട്ടി ഇങ്ങനൊക്കെ ചിന്തിച്ചുണ്ടാക്കാനുള്ള കാരണം മനസ്സിലാകുന്നില്ലല്ലോ ഈശ്വര. അപ്പൊ അമ്മയും മോനും പറയണത് ഇതെല്ലാം ഭാവനയുടെ വെറും ഭാവന അല്ലേ? അവള് സങ്കല്പിച്ചുണ്ടാക്കുന്നത്. എങ്കിൽ പിന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കും നീ നിന്റെ ഭാര്യയെ. അവൾക്ക് എന്താ രോഗം എന്ന് അയാൾ തീരുമാനിക്കട്ടെ. സത്യം, ഞാനും അത് ആലോചിച്ചതാ. പക്ഷെ എന്ത് പറഞ്ഞവളെ കൊണ്ടുപോകും? അറിഞ്ഞാൽ അവള് വരുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? തണ്ടപ്പേ രജിസ്റ്ററിൽ പുറവകയും വയലുമായി കിടക്കുന്ന ഭൂമി കാണവും ജന്മവുമാക്കി മാറ്റിമറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നവനല്ലേ നീ. അത്രയും കുബുദ്ധി ഇതിനു വേണ്ടി വരില്ല. നിങ്ങൾ എന്തുവാ മനുഷ്യ ഇത്? ഒരുമാതിരി എതിർ കക്ഷിയോട് സംസാരിക്കുന്ന പോലെ. എനിക്ക് നിന്റെ മകനെ ഇനിയും പൂർണ്ണമായി വിശ്വാസം വരാത്തതുകൊണ്ട്. നിന്റെ ഭാര്യ പറഞ്ഞത് നുണയാണെന്ന് തെളിയിക്കാൻ എനിക്ക് നിന്റെ അഫിഡവിറ്റ് മാത്രം പോരാ മനോജേ. അത് ബോധ്യം വരാനുള്ള തെളിവുകളായിട്ട് വാ. അപ്പൊ നിക്കാൻ ഞാൻ നിന്റെ കൂടെ. അവൻ മനസ്സൊന്ന് പറഞ്ഞു തന്നെയാ, നുണയൊന്നും അല്ല, എനിക്കുറപ്പാ. ആയിരിക്കാം. പക്ഷേ നമ്മുടെ മോന് നമ്മളുണ്ട്. നമ്മളും അവനും അല്ലാതെ സ്വന്തമെന്ന് പറയാൻ ആ കുട്ടിക്ക് വേറെ ആരുമില്ല. അപ്പൊ നമ്മൾ ഇവനെ സപ്പോർട്ട് ചെയ്താൽ തനിക്ക് ആരുമില്ല എന്നൊരു തോന്നല് ആ കുട്ടിക്ക് ഉണ്ടാവും. അത് പാടില്ല. ഇന്നെന്താ പ്രത്യേകിച്ച്? വാ, വന്നിരിക്കും, പറയാം. മായ ഓർമ്മയില്ലേ? നമ്മുടെ കല്യാണത്തിന് വന്നിരുന്നു. ബെസ്റ്റ്. നമ്മുടെ കല്യാണത്തിന് ആരൊക്കെ വന്നിരിക്കുന്നു? അവരെയൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇത് അങ്ങനെ ഒരാളല്ല. ഞാൻ എപ്പോഴും അവളെ പറ്റി മനോജിനോട് പറയാറുണ്ട്. മനോജിന് ഓർമ്മയില്ലാഞ്ഞിട്ടാ. എന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മായ. ശരി പറഞ്ഞിട്ടുണ്ടാവും. നീ കാര്യം പറ. അവളിപ്പോ ഈ ഫ്ലാറ്റിലെ താമസം. ഇതിനകത്തോ? മോളില് പുതിയ താമസക്കാര് വന്നില്ലേ, ഒരു അച്ഛനും മോളും, അതവരാ. ആണോ? ആ, ഇന്നവൾ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങള് കൊറേ സംസാരിച്ചു. ഞാൻ ശരിക്കും റിലാക്സ്ഡ് ആയി. പണ്ടേ അങ്ങനെ അവളോട് സംസാരിച്ചാ നമ്മൾ ശരിക്കും വേറൊരാളാവും. അവള് പോയപ്പോ എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു മൂഡ് തോന്നി. അതാ ഇങ്ങനെ. അവളോട് ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നുവെച്ചാ നമുക്കിടയിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും.
മനോജ്, എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. അച്ഛൻ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? ഉം. അല്ല, ആലോചിച്ചപ്പോ എനിക്കത് ശരിയാണെന്ന് തോന്നി. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. എല്ലാ തിരക്കിന്നും മാറി നമുക്ക് മാത്രമായിട്ട് 1-2 ദിവസം വേണം ഭാവന. ദൂരെ എവിടെയെങ്കിലും മറ്റാരും അറിയാതെ എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. നിന്റെ മുമ്പിൽ വെച്ച് എന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കൊരു ഡോക്ടറുമായിട്ട് പങ്കുവെക്കണം. എന്താ? ഇതെന്താ ഇവിടെ? ആ, എനിക്കൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ വീട്. ഓ, മനോജിന് ഈ ഡോക്ടറിനെ എങ്ങനെ പരിചയം? എനിക്കല്ല, അച്ഛന്. പണ്ട് ഈ ഡോക്ടറുടെ കേസ് നടത്തിയത് അച്ഛനായിരുന്നേ. ഓ, ഓക്കേ. വാ. നമുക്ക് ഒരുമിച്ചിട്ട് സംസാരിക്കണോ അതോ? ആ, ആ, ഒരുമിച്ച് തന്നെ സംസാരിക്കാം ഡോക്ടർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാവന സ്വന്തമായ ഒരു ലോകത്താണ്. ആ ലോകത്തേക്ക് കടക്കാൻ ഭാവന ആരെ അനുവദിക്കുന്നുമില്ല. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ മനോജിന് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് ഭാവന സംശയിക്കുന്നു. Am I right? അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാവുന്നതിന് മുമ്പ്, മനോജ് ഭാവനയെ ഒളിപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന തോന്നൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഫിസിക്കലായി എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? ദാറ്റ് മീൻസ് കടുത്ത തലവേദനയോ തലപ്പെരുക്കലോ ഒരുതരം ഭയമോ? അപ്പോ ഇവിടെ കൊണ്ടെത്തിക്കാനായിരുന്നു ഈ ഔട്ടിങ്ങും ആഘോഷങ്ങളും ഒക്കെ. ഭാവന, ഞാൻ ഉദ്ദേശിച്ചത് എന്താ? ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിരുന്നെങ്കിൽ എന്നോട് നേരിട്ട് പറയാമായിരുന്നു. ഈ നാടകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. You're a brilliant actor. ഞാൻ ഭാവനയെ ഒരു രോഗിയായി കണ്ടല്ല ഇപ്പൊ സംസാരിച്ചത്. ഡോക്ടർ, പ്ലീസ്. നിങ്ങളോടുള്ള എന്റെ എല്ലാ വിശ്വാസവും ഇതോടെ തീർന്നു. നിങ്ങളൊരു സൂത്രക്കാരനായ കുറുക്കനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഒരു ചതിയനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. റിയൽ ചീറ്റ്. ഭാവന പ്ലീസ്. മനോജ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നീ കരുതുന്നത്? അയാളുടെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് അന്ന് നീ അയാളുടെ അച്ഛനോട് പറഞ്ഞു. അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ കാര്യവിവേകമുള്ള ആളായതുകൊണ്ട് നീ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയില്ല എന്ന് നിന്റെ ഭർത്താവിന് അറിയാം. അപ്പോ വീട്ടുകാരുടെ മുന്നിൽ മാനം രക്ഷിക്കാൻ അയാളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ: നിന്നെ മാനസിക രോഗിയായി മുദ്ര കുത്തുക. പുരുഷന്മാർക്ക് അവരുടെ പരസ്ത്രീ ബന്ധങ്ങൾ കൂട്ടുകാരുമായി ഒരു കപ്പ് കാപ്പിക്കൊപ്പം ഒന്ന് കുറിക്കാനുള്ള സ്നാക്സ് മാത്രമാണ്. തിരിച്ചതേ നാണയത്തിൽ ഭാര്യ മറുപടി കൊടുക്കട്ടെ. അപ്പൊ കാണാം അവര് തളർന്നു പോകുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അവർക്ക് വഴിവിട്ട ബന്ധങ്ങളാവാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കതായിക്കൂടാ? നീ എന്തായി പറയുന്നേ? എന്നെ കൊണ്ട് പറ്റില്ല. I cannot do it. എടി പോത്തെ, അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അങ്ങനൊരു ബന്ധം നിനക്കൊണ്ടെന്ന് മനോജിന് തോന്നണം. അതും സമൂഹത്തിന്റെ മുന്നിൽ ഒരു വൃത്തിയിട്ട ഇമേജ് ഉള്ള ഒരാളുമായിട്ടാണെങ്കിലോ? അതോടെ മനോജ് നിന്റെ മുന്നിൽ സറണ്ടർ ആവും. പിന്നീട് അയാളുടെ ലോകത്ത് നീയല്ലാതെ വേറൊരാളുണ്ടാവില്ല. അതാണ് പുരുഷന്റെ സൈക്കോളജി.